കൊട്ടിയൂരിന്റെ പുണ്യം തേടി ഒരു യാത്ര. ഞാനിപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഓട്ടോയിലാണ് ഞാനിപ്പോൾ പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ 6 പേരുണ്ട്. അപ്പോൾ 2 ഓട്ടോയിലായിട്ട് 6 പേരായിട്ട് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്നും കാറിലാണ് വന്നത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് കാറ് അവിടെ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് സുരക്ഷിതമായി വേറെ സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത ശേഷമാണ് ഓട്ടോ വിളിച്ച് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും. ഇപ്പം നമ്മൾ തമ്പാനൂര് എത്തിയിട്ടുണ്ട്. നേരെ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് അകത്തേക്ക് പോവാം. പോയി ശേഷം ടിക്കറ്റ് ഒക്കെ എടുത്ത് ട്രെയിനിനായി വെയിറ്റ് ചെയ്യാം. ട്രെയിൻ ഇപ്പോൾ എത്താൻ ചാൻസ് ഇല്ല, കാരണം 5 മണി ആയിട്ടേ ഉള്ളൂ. മാവേലി ആണ് പോകുന്നത്. മാവേലി 5 മണി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവിടെ വന്ന ഉടനെ തന്നെ നമുക്ക് സീറ്റ് കിട്ടും. അത് വന്ന ഉടനെ തന്നെ, എന്നാൽ തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. ആൾക്കാർ നേരത്തെ കൂട്ടിയിട്ട് എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ നമുക്ക് സീറ്റിൽ ഇരുന്നാൽ നമുക്ക് സുഖമായി യാത്ര ചെയ്യാം. അതെ, നമുക്ക് സീറ്റ് കിട്ടി. നമ്മൾ സുരക്ഷിതമായി ഒരിടത്തിരുന്നു. നമ്മൾ 6 പേരുണ്ട്. നമ്മളിപ്പോൾ തലശ്ശേരി എത്തിക്കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ തലശ്ശേരി എത്തി. നമ്മൾ വന്ന ട്രെയിനാണെങ്കിൽ പോകുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയാണ് ഇപ്പോൾ. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. കാരണം കൊട്ടിയൂർ ഇപ്പോൾ അവസാനമായി. ഇനി ഒരു ആഴ്ചത്തെ ഇതും കൂടെ ഉള്ളൂ. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്ന ശേഷം നമ്മൾ കൊട്ടിയൂരിലുള്ള ബസ് പിടിച്ചു. അപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കേട്ടോ. 2 സൈഡും പച്ചപ്പും. കുറെ ഭാഗം തന്നെ കാട് കാണും. നാട്ടുപ്രദേശം കൂടിയാണ്. 2 സൈഡും കാടും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല മനോഹരമായ സ്ഥലമാണ്. ഇവിടെ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ നമ്മുടെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്നും കൊട്ടിയൂരിക്കുണ്ട്. ബസ്സിന് ഒരാൾക്ക് തന്നെ 73 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വളഞ്ഞു കിടക്കുന്ന റോഡാണ് കേട്ടോ. അത് വീതി കുറവാണ് റോഡിന്. എന്നാലും തിരക്ക് വലുതായിട്ട് തോന്നിക്കുന്നില്ല. അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തിരക്കായിരിക്കും. സീസൺ ആയി കഴിഞ്ഞാൽ ബസ്സുകൾ ഒരുപാടുണ്ട്. പക്ഷെ ആരും നിന്നു പോകാൻ നോക്കരുത്, കാരണം പെട്ടുപോകും. ഒരുപാട് നിന്നു പോയി കഴിഞ്ഞാലേ ഇത്രയും ദൂരേക്ക് നിന്ന് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ മാക്സിമം ഇരുന്ന് തന്നെ പോകാൻ നോക്കുക. ബസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തലശ്ശേരിയിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സുകളുണ്ട്. ഞങ്ങൾ കൊട്ടിയൂർ ബസ് ഇറങ്ങിയ ശേഷം അവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി ഞങ്ങൾ രാവിലെ കാപ്പി കുടിക്കുകയാണ്. അത്യാവശ്യം അത് കടയിൽ തന്നെ തിരക്കുണ്ട്. അന്ന് നല്ല തിരക്ക് തോന്നിച്ചു. കാരണം വ്യാഴാഴ്ച ദിവസം കൂടിയാണ്, എന്നിട്ടും തിരക്കുണ്ട്. കാരണം ഞായറാഴ്ച അവധി ദിവസങ്ങളിലൊക്കെ അല്ലേ കൂടുതലും തിരക്ക് ഉണ്ടാവുക. പക്ഷെ അന്ന് വ്യാഴാഴ്ച ആയിട്ട് പോലും നല്ല തിരക്കാണ്. അമ്പലത്തോട്ടും തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ തമാശയൊക്കെ പറഞ്ഞു ആഹാരം കഴിക്കുക. ഈ കാണുന്നതാണ് ഇക്കരെ കൊട്ടിയൂര്. നമുക്ക് പോകേണ്ടത് അക്കരെ കൊട്ടിയൂരാണ്.
അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം പോകേണ്ടത് അക്കരെ കൊട്ടിയൂരാണ്. അതിനുശേഷം മാത്രമേ അക്കരെ കൊട്ടിയൂർ പോകാവൂ. ഓടപ്പൂവുകൾ കണ്ടോ, എന്ത് ഭംഗിയാ കാണാൻ. നിറച്ച് ഓടപ്പൂവാ ഇവിടെ. കടകളിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് പോകേണ്ടത് ആ നേരെ കാണുന്ന റോഡാണ്. ആ നേരെ പോകുന്ന ആ റോഡാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്, അക്കരെ കൊട്ടിയൂർ. രണ്ട് സൈഡും കടകളും ഒക്കെ ഒരുപാടുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇങ്ങോട്ട് ആൾക്കാർ വരുന്നത് തിരക്കുണ്ട്. രണ്ട് സൈഡും കേട്ടോ കടകളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടൊരു ചെറിയ പാലമാണ്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ വരുന്നു. ഒന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, തിരിച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. രണ്ട് സൈഡിൽ നിന്ന് ഇതൊരു ചെറിയ പാലമാണ്. ഇതാണ് നമ്മളെ വാവരി നദി. അപ്പൊ ഇത് കടന്നാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത്യാവശ്യം വെള്ളം കുറവുണ്ട്. അത് വലിയ വെള്ളം നമുക്ക് തോന്നുന്നില്ല കണ്ടിട്ട്. നേരെ കാണുന്നത് ക്ലോക്ക് റൂമാണ്. നമുക്ക് ഇനിമേ ബാഗും ചെരുപ്പുകളൊക്കെ അവിടെ കൊടുക്കണം. കൊടുത്ത ശേഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. നമ്മൾ ക്യൂവിൽ നിൽക്കാതെയാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നേരെ അമ്പലത്തിൽ പോകാൻ നമുക്ക് ക്യൂ നിൽക്കാതെ പോകാം. പക്ഷേ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ 5 മണിക്കൂർ കൂടുതൽ നിന്ന് നമുക്ക് ദർശനം നടത്തേണ്ടി വരും. പക്ഷെ നമുക്കിപ്പോൾ നേരെ ക്യൂവിൽ നിൽക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അമ്പലത്തിന്റെ ബാക്ക് സൈഡിൽ തന്നെ വേറൊരു ക്യൂ ഉണ്ട്. അപ്പൊ അവിടെ പോയി നമുക്ക് ഒരു 1 മണിക്കൂറിനകത്ത് തൊഴുത് ഇറങ്ങാൻ പറ്റും. അപ്പൊ അത് ലക്ഷ്യമാക്കി അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ അത്യാവശ്യം തിരക്കുണ്ട്. അതേപോലെ മണ്ണും ചെളിയും ഒക്കെയാ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ശബരിമലയാണ്. കാരണം അവിടെയാണ് ഇങ്ങനെ ട്രാക്ക് വെച്ച് ഒരു യാത്ര പോകുന്ന ആൾക്കാർ സാധനങ്ങൾ കൊണ്ടുപോകുന്നതാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നേരെ കാണുന്നത് കണ്ടോ, പാലമാണ്. അതിന്റെ വെള്ളം, വാവരിപ്പുഴയുടെ വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. അതിലെ ആൾക്കാർ പോകുന്നത്. ഇതിപ്പോ നമ്മൾ വന്ന വഴിയാണ്. വന്ന വഴി അതിലെയാണ് ആൾക്കാർ പോകുന്നത്. വെള്ളത്തിലൊക്കെ ഒരുപാട് കളിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വന്ന ആ പാലം നേരത്തെ കാണിച്ചില്ലേ, ആ പാലം ആണ്. നമ്മളിപ്പോ ആ പാലത്തിൽ കൂടെ കയറി പോവുകയാണ്. ഒരു പ്രത്യേക അനുഭവമാണ് കേട്ടോ ഇവിടെ വരുമ്പോഴേ. പക്ഷേ ഇന്നായിപ്പോൾ മഴയില്ല, മഴ കുറവാണ്. സാധാരണ എല്ലാ ദിവസവും ഇവിടെ മഴയാണ്. നമ്മൾ ആ പാലം കഴിഞ്ഞു, അവിടുത്തെ സ്റ്റെപ്പ് ആണ്. ആ പാലം കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്. ആ കാണുന്ന ക്യൂ കേട്ടോ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 മണിക്കൂർ കൂടുതൽ നിന്ന് ദർശനം നടത്തേണ്ട ക്യൂ ആണത്. അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അപ്പൊ ഇതിപ്പോ നേരെ അമ്പലത്തിലോട്ട് കയറാനുള്ള ഇൻട്രസ്റ്റ്, നേരെ കയറാൻ പോകുന്നതാണ്. ഇതുവഴി നേരെ ചെന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് കയറാം. ഇതിപ്പോ അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് വരുന്ന ഭക്തരാണ്. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. കണ്ടോ എന്ത് തിരക്ക് നോക്കി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മളിപ്പോ ഈ തിരക്കിൽ നമ്മളിപ്പോ നേരെ അമ്പലത്തിലോട്ട് കയറുന്നില്ല. കയറാതെ നമ്മളിപ്പോ വേറൊരു ക്യൂ ഉണ്ട്. ബാക്ക് സൈഡിൽ വേറൊരു ക്യൂ ഉണ്ട്. അപ്പൊ ആ ക്യൂവിലോട്ട് നമ്മൾ പോവുകയാണ്. ക്യൂ പോയി അവിടെ നിന്നാണ്
നമ്മൾ ദർശനം നടത്താമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു മണിക്കൂറിനകത്ത് നമുക്ക് ദർശനം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റും. ഇവിടെ നിറച്ച് ഓലപ്പുരകളാണ് കേട്ടോ. അമ്പലത്തിന്റെ 4 സൈഡുകളിലും ഓലപ്പുരകളാണ്. ഇതിൽ ഓരോ ഇതുണ്ട്. അവിടെ ഊരുകാരെ കണക്കാക്കി വച്ചിരിക്കുന്ന ഓലപ്പുരകളാണ്. അപ്പൊ നമ്മൾ ക്യൂവിൽ കയറി വെയിറ്റ് ചെയ്യാണ്. ഒരുപാട് സമയമായി, പക്ഷെ ക്യൂ നിന്നില്ല. ക്യൂവിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യൂവിൽ കയറി തൊഴുതിറങ്ങി ഇപ്പോൾ വലം വയ്ക്കുകയാണ്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അത് കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂ ആണ്. അവിടുന്ന് ആൾക്കാർ വരുന്നതാണ്. അത് 5 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇവിടെ എത്താൻ പറ്റുള്ളൂ. അതുവഴി പോയാൽ മിക്ക സ്ഥലങ്ങളിലും അവര് കയറ്റി വിടുന്നില്ല കേട്ടോ. അത് ഭയങ്കര തിരക്കായതുകൊണ്ടാണ്. പ്രസാദം കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ക്യൂവിൽ നിന്ന് വന്നാൽ നമുക്ക് പ്രസാദം വാങ്ങിക്കാം, അല്ലാതെ വരുന്നവർക്ക് പ്രസാദം കിട്ടാൻ ചാൻസ് ഇല്ല, കുറവാണ്. അത് ചന്ദനം അരയ്ക്കുന്നതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പൊ നമ്മളും വലം വെച്ച് വരികയാണ്. ഇനി നമുക്ക് ഇക്കരെ കുട്ടിയിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ അക്കരെ കുട്ടിയുടെ ദർശനം കഴിഞ്ഞു. നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചു, അരവണ, അപ്പം ഇതെല്ലാം വാങ്ങിച്ചു. തൊട്ടടുത്താണ് കൗണ്ടർ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ച് നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാണ്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇക്കരെ കുട്ടിയിലോട്ട് പോകും. അപ്പൊ നമ്മളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമുക്ക് ഉടനെ ശീവേലി ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് നമുക്ക് അതും കൂടെ കണ്ടിട്ട് പോകാം. അത് കാണുന്നത് വലിയൊരു പുണ്യമാണ്. അപ്പൊ അത് കാണാൻ പറ്റുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അപ്പൊ അത് കാണാൻ ഇപ്പൊ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതും കൂടി ഒന്ന് കാണാം. അവിടെ ദർശനം നടത്തിക്കൊണ്ട് ആൾക്കാരെ ഇപ്പോ അവിടെ നിന്ന് മാറ്റിയാണ്. കാരണം അവിടെ നല്ല തിരക്കുണ്ട്. അപ്പൊ അവരെല്ലാം മാറ്റി നിർത്തിയ ശീവേലിക്ക് ഉള്ള സമയം കിട്ടുള്ളൂ. അപ്പോൾ ശീവേലിക്ക് മറ്റേ 2 ആന ഉണ്ടാവും. അപ്പോൾ അത് വനം വയ്ക്കണമെങ്കിൽ ശീവേലി സമയമാകുമ്പോൾ ആ ആൾക്കാരെല്ലാം അവിടെ മാറ്റും. നമ്മൾ വെയിറ്റ് ചെയ്യണം ശീവേലി കാണാൻ വേണ്ടി. അങ്ങനെ ശീവേലി ആരംഭിച്ചു. അപ്പോൾ ആന എഴുന്നള്ളത്താണ്. ശീവേലി കാണാൻ ആൾക്കാരുടെ തിരക്ക് കണ്ടോ, എന്ത് തിരക്കല്ലേ. ഇപ്പോൾ ഈ കാണുന്ന മാത്രമല്ല, ഇതിന്റെ 4 ചുറ്റും ആളുകളാണ്, ജനങ്ങളാണ്. അത്രയ്ക്ക് തിരക്കാണ് ശീവേലിക്ക്. ഇന്ന് പതിവില്ലാതെ ഭയങ്കര തിരക്കാണ്. വ്യാഴാഴ്ച ദിവസം ആയിട്ടും ഇത്രയും തിരക്ക്
അപൂർവമാണ്. എഴുന്നള്ളത്ത് ആരംഭിച്ചു. ആദ്യത്തെ ആനയിൽ ദേവി പാർവതി ദേവിയാണ് എഴുന്നള്ളുന്നത്. തൊട്ടുപിറകെയാണ് പരമശിവൻ വരുന്നത്. ഇങ്ങനെ 3 വലം വയ്ക്കും. ആദ്യത്തെ ആനയിൽ അമ്മ മഹാമായയാണ്. രണ്ടാമത്തെ ആനയിൽ ശ്രീ പരമശിവനാണ്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് വാവരിപ്പുഴയിൽ എത്തി. ഇത് ക്രോസ് ചെയ്താണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പാലമുണ്ട്, എന്നാലും നമ്മൾ ഇതുവഴി നടന്നു പോകുന്നൊരു പ്രത്യേക ഫീലല്ലേ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. ഫോട്ടോയൊക്കെ എടുത്ത ശേഷം നമ്മൾ വാവരിപ്പുഴ കടന്നു പോവുകയാണ്. നമ്മള് തിരിച്ച് ഇക്കരക്കുട്ടിയൂരോട്ട് പോകാൻ പോവുകയാണ്. ഇതാണ് ഇക്കരക്കുട്ടിയൂര്. അവിടെ നല്ല തിരക്കുണ്ട്. നമ്മൾ അക്കരക്കുട്ടിയൂര് നട തുറന്നിരിക്കുന്ന സമയം ഇക്കരക്കുട്ടിയൂര് അടച്ചിടും. ബാക്കിയുള്ള ദിവസങ്ങളിൽ, അതായത് വർഷത്തിൽ ഒരിക്കലുള്ള കാര്യമാണ് പറയുന്നത്, വർഷത്തിൽ ഈ 24 ദിവസം അക്കരക്കുട്ടിയൂര് തുറക്കുന്ന സമയം ഇക്കരക്കുട്ടിയൂര് അടച്ചിടും. നമ്മളെല്ലാം കഴിഞ്ഞു തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് തിരിച്ചും മാവേലിയിലാണ് പോകേണ്ടത്.
അത് 8:20 ട്രെയിൻ ഉള്ളത്. അപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തു, നമ്മൾ നേരത്തെ എത്തി, ടിക്കറ്റ് ഒക്കെ എടുത്തു അങ്ങനെ നിൽക്കുക. ഇനി രാവിലെയോ നമ്മൾ തിരുവനന്തപുരത്ത് എത്തുള്ളൂ. ഇത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെയാണ് പോകുന്നത്. അപ്പോൾ തിരക്ക് കാണാൻ ചാൻസ് ഉണ്ട്. സീറ്റ് കിട്ടിയാൽ കിട്ടി എന്ന് പറയാം. പക്ഷെ ഇങ്ങോട്ട് നമുക്ക് വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് ഇങ്ങോട്ട് നമുക്ക് ട്രെയിനിൽ വലിയ തിരക്ക് തോന്നിച്ചില്ല. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. ട്രെയിനിൽ കയറാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തിരക്കായി തുടങ്ങി. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കും നല്ല ക്ഷീണമുണ്ട്. ഇത്രയും യാത്ര ചെയ്തതിന്റെ ക്ഷീണം. അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ അത്യാവശ്യം തിരക്കുണ്ട്, നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഇനിയിപ്പോൾ പിടിച്ച് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഫ്രണ്ടിലാണ് പോയത്. ഫ്രണ്ടിലാകുമ്പോൾ വലിയ തിരക്ക് കാണില്ലെന്ന് വിചാരിച്ചാണ് ഫ്രണ്ടിൽ വന്നത്. എങ്കിലും തിരക്കുണ്ട്, നിൽക്കേണ്ടിയെന്ന് വന്നു. ഞങ്ങൾക്ക് 3 പേർക്ക് സീറ്റ് കിട്ടി. 3 പേര് നിൽക്കും. ഞാൻ മുകളിൽ കയറി. അപ്പോൾ ശരി, എല്ലാവർക്കും വളരെ നന്ദി. ഞങ്ങളുടെ കൊട്ടിയൂർ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.